ശ്രീനാരായണ ഗുരുദേവന്റെ കാരുണ്യവും ദാർശനിക പ്രഭാവവും നിറഞ്ഞ ഒരു അനശ്വര രചനയാണ് കോലം തീരേശസ്തവം. കേവലം ഒരു പ്രാർത്ഥന എന്നതിലുപരി ഭക്തർക്ക് നിത്യജീവിതത്തിൽ വലിയ ആന്തരിക മാറ്റങ്ങൾ സമ്മാനിക്കുന്ന ഒന്നാണ് ഈ കൃതിയുടെ ആലാപനമെന്ന് ഗുരുദേവൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ സ്തവം ഭക്തിയോടെ പാടുമ്പോൾ ഭക്തന്റെ മനസ്സിലെ കാമം, ക്രോധം, അസൂയ തുടങ്ങിയ ആന്തരിക ശത്രുക്കൾ ഇല്ലാതാവുകയും മനസ്സ് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും ആകുലതകളിലും ഉഴലുന്ന മനുഷ്യന് വലിയ തോതിലുള്ള ആത്മവിശ്വാസവും ഭയമില്ലായ്മയും പ്രദാനം ചെയ്യാൻ എന്നെ രക്ഷിക്കണേ എന്ന ഈ നിരന്തര പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ഭഗവാന്റെ തിരുമുടിയിലെ ചന്ദ്രക്കലയും കാരുണ്യം തുളുമ്പുന്ന നേത്രങ്ങളും മനസ്സിന് ശാന്തി തരുമ്പോൾ അത് മനുഷ്യനെ ജനനമരണചക്രമാകുന്ന സംസാര ദുഃഖത്തിൽ നിന്ന് മോചിപ്പിച്ച് ജ്ഞാനത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നു. കോലോത്തിരി രാജവംശത്തിന്റെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ടതിനാൽ ഇത് ഭക്തിയോടെ ജപിക്കുന്നവരുടെ കുടുംബത്തിലും സമൂഹത്തിലും ഐശ്വര്യവും സമാധാനവും നിറയും എന്നാണ് വിശ്വാസം. മനുഷ്യന്റെ അഹംഭാവത്തെ ഇല്ലാതാക്കി ഈശ്വരീയമായ എളിമ വളർത്താൻ ഈ സ്തുതി സഹായിക്കുന്നു. ഭഗവാനെ പ്രപഞ്ചനാഥനായി കാണുന്നതിലൂടെ ഭക്തൻ തന്റെ ചെറിയ പ്രശ്നങ്ങളെ ദൈവഹിതത്തിന് വിട്ടുനൊടുക്കാനും അതുവഴി മാനസികമായ വലിയൊരു ഭാരം ഇറക്കിവെക്കാനും പഠിക്കുന്നു. നിത്യവും ഈ വരികൾ ജപിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചിന്തകളിൽ വ്യക്തത വരുത്തുകയും ചെയ്യും. ജാതിമത ഭേദങ്ങൾക്കപ്പുറം സകല മനുഷ്യർക്കും ഒരേപോലെ പാടി പ്രാർത്ഥിക്കാവുന്ന വരികളിലൂടെ ലോകനന്മയും സർവ്വജീവജാലങ്ങളുടെയും സമാധാനവുമാണ് ഗുരു ലക്ഷ്യമിടുന്നത്. ഈ സ്തുതി ആലപിക്കുന്നതിലൂടെ ഭക്തന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടം ആത്മീയമായ ഉണർവാണ്. ലൗകിക സുഖങ്ങൾക്കുമപ്പുറം ശാശ്വതമായ ആനന്ദം കണ്ടെത്താൻ ഭഗവാന്റെ ഓരോ വിശേഷണങ്ങളും നമ്മെ സഹായിക്കുന്നു. ജീവിതയാത്രയിൽ ശരിയായ ദിശാബോധം ലഭിക്കാനും ആന്തരികമായ വെളിച്ചം കണ്ടെത്താനും ആഗ്രഹിക്കുന്നവർക്ക് ഈ കൃതി ഒരു വഴികാട്ടിയാണ്. ഭക്തിയോടെയുള്ള ഇതിന്റെ ഓരോ ആലാപനവും ഓരോ മനുഷ്യനെയും കൂടുതൽ നന്മയുള്ളവനാക്കി മാറ്റുന്നു.